സൗദിയിലെ പെട്രോൾ പമ്പുകളിലും സർവീസ് സെന്ററുകളിലും ക്യൂ പാലിക്കാത്തവർക്കും വാഹനത്തിന്റെ എഞ്ചിൻ ഓഫാക്കാത്തവർക്കും ഇനി ഇന്ധനം ലഭിക്കില്ല. ഇത് സംബന്ധിച്ച പുതിയ നിർദ്ദേശം പുറത്തിറക്കിയിരിക്കുകയാണ് ഊർജ്ജ മന്ത്രാലയം. സൗദിയിൽ ഇന്ധനം നിറയ്ക്കാൻ എത്തുന്നവർക്ക് പുതിയ നിർദ്ദേശം പുറത്തിറക്കി ഊർജ്ജ മന്ത്രാലയം. പെട്രോൾ പമ്പുകളിലും സർവീസ് സെന്ററുകളിലും ക്യൂ പാലിക്കാത്തവർക്കും വാഹനത്തിന്റെ എഞ്ചിൻ ഓഫാകാത്തവർക്കും ഇനി മുതൽ ഇന്ധനം ലഭിക്കില്ലെന്നാണ് ഊർജ്ജ മന്ത്രാലയം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സർവീസ് സ്റ്റേഷൻ, പെട്രോൾ പമ്പ് ജീവനക്കാർക്കും നടത്തിപ്പുകാർക്കുമാണ് മന്ത്രാലയം സർക്കുലർ നൽകിയത്. വാഹന ഗതാഗതം ക്രമീകരിക്കുന്നതിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനുമാണ് പുതിയ തീരുമാനമെന്ന് അധികൃതർ പറയുന്നു. ഇത് കർശനമായി പാലിക്കപ്പെടുന്നുണ്ടോ എന്നും ബന്ധപ്പെട്ടവർ ഉറപ്പാക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട്. ഇന്ധനം നിറയ്ക്കുന്ന സമയത്ത് എഞ്ചിൻ ഓഫാക്കേണ്ടതിന്റെ ആവശ്യകത ഇത് വ്യക്തമാക്കുന്നു. കൃത്യമായി ക്യൂ സംവിധാനം എല്ലാവരിലും പെട്ടെന്ന് സേവനം എത്തിക്കാൻ കാരണമാകും. അതേസമയം നവംബർ മാസത്തിലെ ഇന്ധനവില പ്രഖ്യാപനത്തിൽ നിരക്ക് കുറച്ചിരിക്കുകയാണ് UAE. സൂപ്പർ 98 പെട്രോളിന് 2.63 ദിർഹമാണ് പുതിയ നിരക്ക്. കഴിഞ്ഞ മാസം ഇത് 2.77 ദിർഹമായിരുന്നു. 2.66 ദിർഹമായിരുന്ന സ്പെഷ്യൽ 95 പെട്രോൾ നിരക്ക് 2.51 ദിർഹമായും 2.5 ദിർഹമായിരുന്ന E+91 പെട്രോൾ നിരക്ക് 2.44 ദിർഹമായും കുറഞ്ഞിട്ടുണ്ട്. ഡീസൽ പുതിയ നിരക്ക് 2.61 ദിർഹമാണ്. ഒക്ടോബർ നിരക്ക് 2.71 ദിർഹമായിരുന്നു. ആഗോള വിപണിയിലെ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാണ് രാജ്യത്തെ ഇന്ധനവില കുറഞ്ഞത്. ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.